അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അടുത്തുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്ക് അതിൽ കൊണ്ടുപോയി കോപ്പി ചെയ്യാം. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്ക്രിപ്ഷൻ ആക്കാൻ പറ്റും, അതിനെ പോഡ്കാസ്റ്റ് മോഡിലോട്ട് ആക്കാൻ പറ്റും, അതിനെ എക്സ്പ്ലെയിനർ വീഡിയോ ടൈപ്പിലോട്ട് ആക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണിക്കും. ആൻഡ് ജസ്റ്റ് ഞാനിതിപ്പോ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഒരു ഫോർത്ത് പോയിന്റ്, ഞാൻ ഇട്ടുള്ള ഫോർത്ത് പോയിന്റ് ഉണ്ട്, അതായത് ബ്രെയിൻ സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇനി വരുന്ന കാലത്ത് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിലും ആൻഡ് നമുക്ക് എന്താ പറയാ, നമുക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഒറ്റപ്പെടൽ തോന്നും ഈ ഒരു വേൾഡിൽ. ഞാൻ അപ്ഡേറ്റ് ആവുന്നില്ല, അയ്യോ എനിക്ക് വേണ്ട രീതിയിൽ എത്താൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് തോന്നലുകൾ ഉണ്ടായിരിക്കും. സോ അതിന് ഏറ്റവും കൂടുതൽ അതിന് മാറി നിൽക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്ന കമ്മ്യൂണിറ്റികളാണ്, അതായത് ഹെൽത്തി കമ്മ്യൂണിറ്റികൾ. നമ്മൾ ഓരോരുത്തരും ഈ ഒരു 3 മന്ത് ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിൾ ആവണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം ഈച്ച് അതർ. ഓക്കെ, ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു 2 ഇയർ കൊണ്ട് വരുമ്പോൾ ഇപ്പൊ പോലും ഒരു ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ട്, അയ്യോ അപ്ഡേഷൻ അത്രയും ദിവസത്തെ പോയല്ലോ എന്നുള്ളത്. ഇതിനെ നമുക്ക് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് വി ഹാവ് എ കമ്മ്യൂണിറ്റി. നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഇൻഹൗസിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഡെയിലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഇമേജ് മോഡലും ഓരോ പുതിയ വരുന്ന ഓരോ മോഡലും നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ അതിന് മാറി നിൽക്കാൻ പറ്റും. പക്ഷെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം, ആൾ ഈ ഒരു എ വേൾഡിൽ എത്തുമ്പോൾ ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്, ഒരുപാട് ലോട്ട് ഓഫ് നോളജ്. അതിനെങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും? പോസിബിൾ അല്ലല്ലോ. സോ യു നീഡ് ടു വർക്ക് ആസ് എ ടീം. ഓക്കെ, ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ലേ നമ്മൾ എന്താണ് നമ്മൾ കോഴ്സിനെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും നമ്മളെ കോഴ്സിന് അത് നിങ്ങളെ എന്തായാലും പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ നിങ്ങൾ ബാക്കി ആ വീക്ക് ഡേയ്സിൽ വരുന്ന ലൈക്ക് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ എന്ന് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അപ്പൊ ചെയ്യാനുള്ള ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ പറഞ്ഞു വിടുക. ഫോർ എക്സാമ്പിൾ സാറ്റർഡേ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ അസൈൻമെന്റ് കാണും, ഈ സൺഡേ ക്ലാസ് കഴിയുമ്പോൾ അടുത്ത വീക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെന്റ് കാണും. ഈ അസൈൻമെന്റിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രോപ്പറായിട്ട് നിങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്ന ഇപ്പോൾ തിയറി ആണെങ്കിൽ തിയറി, പ്രാക്ടിക്കൽ ആണെങ്കിൽ പ്രാക്ടിക്കൽ, അതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്കിൽഡ് ആവാൻ പറ്റണം. ഇതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കിംഗ് സെഷൻ ആയിരിക്കും നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റിയൽ വേൾഡിൽ ഇറങ്ങി ചെല്ലുന്ന ഓരോ ബ്രാൻഡ്സ് സെലക്ട് ചെയ്യുന്നതും, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായിട്ട് പേഴ്സണൽ ബ്രാൻഡ് സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പം അത് ഇതിന് വരുന്ന ഔട്ട്പുട്ട് നിങ്ങൾ ചെയ്തതാണെങ്കിൽ മനസ്സിലാവുമ്പോൾ നിങ്ങളുടെ സന്തോഷം, ആ സാധനങ്ങളൊക്കെ നമ്മൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്ക്രാച്ചിൽ നിന്ന് ഓരോ സാധനം ബിൽഡ് ചെയ്തെടുക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൂൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടൂൾസും കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കുക. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമുക്ക് ആ ഒരു സ്ട്രക്ചറിലായിരിക്കും പോകുന്നത്. പിന്നെ ഈ 2.5 മണിക്കൂർ അല്ലാതെ പിന്നെ ഇനി എന്തെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ഒരു വീക്കിൽ കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു, അതൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടൂൾസ് ചേഞ്ച് വന്നാൽ നമ്മൾ അത് തന്നെ അപ്പം തന്നെ ചേഞ്ച് ചെയ്യും. അപ്പം അതൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പറഞ്ഞ പോലെ തന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള ഒരു വലിയൊരു ഹ്യൂജ് സ്ട്രോങ്, അത് നമ്മളെ തലേന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ ലൈക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. സോറി, പിന്നെ ഒരു ഡൗട്ട്. സപ്പോസ് വി മിസ് എ ക്ലാസ്, അപ്പൊ ഇതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണോ ഇൻ കേസ് എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് സെഷൻസ് നമ്മൾ അവൈലബിൾ ആക്കി ആ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അവൈലബിൾ ആക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും മിസ്സായി പോയാലും നിങ്ങൾക്ക് അത് പോയിട്ട് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അത് എവിടെയായിരിക്കും അവൈലബിൾ? ഇസ് ഇറ്റ് ഗോയിങ് ടു ബി പോസ്റ്റഡ് ഓൺ ദ ഗ്രൂപ്പ് ഓർ ഇറ്റ് വിൽ ബി പോസ്റ്റഡ്? അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രൈവറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം. അതൊന്നും പേടിക്കണ്ട. നമ്മളെല്ലാം എല്ലാത്തിനും റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് അറ്റൻഡൻസ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. സോ
ഡോൺ വറി. ആ ടെക്നിക്കൽ സൈഡ് പ്രശ്നമൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ മിസ്സായാലും നിങ്ങൾക്ക് അത് തിരിച്ച് റീവിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. എല്ലാ ക്ലാസ്സിന്റെ എൻഡില് നമ്മൾ എന്താ പറയുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സെഷൻ ഉണ്ട്. ആ ക്ലാസ്സിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായി പോയാലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ആ കാര്യത്തിന് ഇതുണ്ടാക്കി പറയും. ഓക്കെ, Yeah, thank you. അപ്പൊ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാറുണ്ടോ? വേറൊരു കാര്യം കൂടെ, Yes, no. ഇതില് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സിലബസ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായോ അതിനു മുമ്പ്? നമ്മളൊരു റോഡ് മാപ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. Okay. പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് നമ്മളെ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഷെയർ ചെയ്ത് തരും. അത് നിങ്ങൾ വറി ചെയ്യണ്ട. അത് നമ്മൾ എന്തായാലും പ്രോപ്പറായിട്ട് നിങ്ങളായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ Okay. നമ്മളൊന്നും ഹൈഡ് ചെയ്ത് വെച്ചൊന്നും നടത്താൻ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ അവസാനം വരെ പഠിക്കാൻ പോകുന്നത്? കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഓഫ് കോഴ്സ്. അപ്പൊ എന്താണ് നിങ്ങൾ അവസാനം വരെ പഠിക്കുന്നത് അതിന്റെ ഒരു ഫുൾ സ്ട്രക്ചർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് ഫുള്ള് നോക്കാതെയാണ്. ഇപ്പൊ എല്ലാരും നമ്മളുമായിട്ട് 1-on-1 സെഷൻസ് കഴിഞ്ഞ അഡ്മിഷന്റെ സമയത്ത് 1-on-1 സെഷൻസ് കഴിഞ്ഞാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ അക്ഷയ് കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അതിനെക്കാട്ടിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനി ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ അതൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സിലബസ് എന്താണ്, നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, പിന്നെ എല്ലാ ക്ലാസ്സസിലും നിങ്ങൾക്ക് അന്ന് പഠിപ്പിക്കുന്ന സ്റ്റുഡന്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. Don't worry about that. ഓക്കെ. നീ ആർക്കെങ്കിലും ഉണ്ടാവും? അന്ന് വെബിനാറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലത്തെ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ല, അങ്ങനത്തെ ഒരു വൈബ്രന്റ് ആയിരിക്കില്ലേ? ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞത് സംഭവം നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊന്ന് പ്രോപ്പർ ആയിട്ടൊന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് സംസാരിക്കാം. ഡോൺ വറി അബൌട്ട് ദാറ്റ്. ഞാൻ പറഞ്ഞത് സൂമിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് നടക്കുക. അതിനകത്ത് ഈ പറഞ്ഞ പോലെ മ്യൂസിക്കും ഫണ്ണും എല്ലാം കാണും. ഡോൺ വറി. അപ്പൊ നമ്മളൊരു ഭയങ്കര എന്താ പറയുക, നമ്മൾ തന്നെ ഒരു എക്സൈറ്റഡ് മൂഡിലാണ്. നിങ്ങളൊക്കെ വന്ന് നിങ്ങളെ ഇതിനകത്ത് പഠിച്ച് എങ്ങനെ ഇറങ്ങും അല്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു നല്ലൊരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട്. സോ ഞങ്ങളെ ആ നോളജ് ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം പറയാലോ സാധനങ്ങൾ. അതെ. കുറെ കാലത്തിന് ശേഷം ഒരു പഠിക്കാനുള്ള ഒരു ക്ലാസ്സിലോട്ട് അതെ, നമുക്ക് എന്തായാലും പഠിച്ചെടുക്കണം. ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇറയില്, ഇപ്പൊ ഈ AI വന്ന് നിൽക്കുന്ന ഇറയില് ഈ ഡെവലപ്മെന്റ് അക്ഷയ് ആദ്യം പറഞ്ഞു, നമ്മള് ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാ പോകുന്നതെന്ന് പറഞ്ഞില്ലേ. ആ ഒരു സംഭവം, ആ ഒരു ഗ്രാഫിന് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് എന്താ പറയുക, അവിടെ വരെ എത്താൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നത്. വി ഹാവ് ടു ബി അപ്ഡേറ്റഡ്, വി ഹാവ് ടു എന്താ പറയണേ, യൂസ് AI വിത്തിൻ ലൈക്ക് നമ്മുടെ വർക്കിലും കാര്യങ്ങളിലും ഒക്കെ AI ഇൻസർട്ട് ചെയ്ത് നമുക്ക് ഗ്രോ ചെയ്യണം. നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, അത് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരുവാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ടൈംസ് ആണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഈ നമ്മൾ എന്തായാലും നമ്മൾ അതിലെല്ലാം പോകും, നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യും. നോ വറീസ്, അതൊക്കെ നമുക്ക് സെറ്റാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും anyone having a last doubt എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമ്മളെ AI ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞായിരിക്കുമല്ലോ നമ്മൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ അഡോബിന്റെ ഈ AnyDeskന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ അവിടെ വരെ എത്തിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ആ ടൂളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ആദ്യം തന്നെ നിങ്ങളെ ആ ടൂളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ക്രെഡിറ്റ്സ് വേസ്റ്റ് ആവും. കാരണം നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യില്ല എന്നല്ല ഞാൻ. നമ്മൾ ഫസ്റ്റ് ഫ്രീ ടൂൾസിലോട്ടായിരിക്കും പോകുന്നത്. ഇമേജ് ജനറേഷൻ ആകുമ്പോൾ നാനോ ബനാന, ഗൂഗിൾ നാനോ ബനാന അല്ലെങ്കിൽ ChatGPT അങ്ങനത്തെ ഒരു ഫ്രീ ഒരു സെക്ഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീമിയം സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കാണും. ഓക്കെ, പ്രോംപ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ട സാധനം എങ്ങനെയായിരിക്കും എനിക്ക് സ്ക്രീനിൽ കിട്ടേണ്ടത്, ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ മറ്റേ എന്താ പറയുക പ്രീമിയം ടൂൾസ് പർച്ചേസ് ചെയ്യാൻ പറയത്തുള്ളൂ. ഇനി നമ്മൾ ആ പ്രീമിയം ടൂൾസ് പർച്ചേസ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ
ആ സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഉള്ള കറണ്ട് ടൂൾസ് അല്ലാതെ വേറെ എന്തെങ്കിലും ടൂൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് സ്വിച്ച് ചെയ്യും. സോ അത് എന്തായാലും ആ ക്ലാസ് തുടങ്ങി നിങ്ങളൊന്ന് എക്വിപ്പ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളോട് ആ ടൂൾസ് ഒക്കെ മേടിക്കാൻ നിങ്ങൾ പറയണം. കാരണം 1 മന്ത് ആയിരിക്കും എല്ലാ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴും നമ്മൾ മന്ത്ലി ബേസിസ് എടുക്കും. അപ്പം 1 മന്ത് ആയിരിക്കും ആ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അപ്പം നിങ്ങൾക്ക് 1 മന്ത് കംപ്ലീറ്റ്ലി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു സംഭവം കൂടെ നമുക്ക് നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യം തന്നെ നിങ്ങൾ കോട്ടിക്കണോ നിങ്ങൾ അത് വേണം ഇത് വേണം അതല്ല. നിങ്ങൾക്ക് വേണ്ടിയ സാധനം ആ സമയത്ത് മേടിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? ഇറ്റ് വാസ് എ ഗുഡ് സെഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റി. എല്ലാവരും ആർക്കൊക്കെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ അവരൊന്ന് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു അത് കിട്ടാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടാൻ വേണ്ടി ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ യാ അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഭയങ്കര ഒരു നല്ലൊരു സെഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്ന് എല്ലാവരും പരിചയപ്പെടാൻ പറ്റി, നിങ്ങൾക്ക് അറിയാൻ പറ്റി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റി. സോ ഐ ഗെസ് ഇറ്റ് വാസ് ഫ്രൂട്ട്ഫുൾ ഫോർ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഫ്രൂട്ട്ഫുൾ അല്ലായിരുന്നോ? യെസ് അല്ലേ? ബിൻ സർ, ബിൻജോൺ സർ, ഇത് ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഡെയിലി അപ്ഡേഷൻസ് വരുന്നത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കളയാതെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കയറിയെങ്കിലും നോക്കുക. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. കാരണം നമ്മൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. നമ്മൾ ഈ ഡാറ്റാസ് എല്ലാം നമ്മൾ എല്ലാ ദിവസവും രാവിലെ സ്ക്രേപ്പ് ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് ഓരോ സ്ഥലത്തു നിന്നും എടുത്ത് തരുന്നത്. സോ അത് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ടാണ്. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കയറി നോക്കി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട എഫേർട്ട്. സോ ഇതാണ് ഇതെനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സാറ്റർഡേ കാണാം. അതിന് മുമ്പുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? അക്ഷയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തിങ്സ് ഫൈൻ. ഇല്ല, സെറ്റാണ് അല്ലേ? ഇപ്പൊ എല്ലാവരും സെറ്റല്ലേ? ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ നിങ്ങളെ ഇവിടെ 3 പേര് കൂടെ ഉണ്ട്. അവരും ഇടയ്ക്ക് പഠിപ്പിക്കാനൊക്കെ വരും. അപ്പം അവരെ നിങ്ങൾ വെൽക്കം ചെയ്യുക. കാരണം അവരെല്ലാവരും ഇവിടെ പ്രൊഫഷണൽസും കാര്യങ്ങളുമാണ്. അവരൊക്കെ എന്ന് പറയുന്നത് ഇവിടെ റിയൽ ആയിട്ട് ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടും. സോ അതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ അതൊക്കെ ഉണ്ട്, അതെല്ലാം വരും. സോ അപ്പൊ നമുക്ക് എല്ലാവർക്കും സാറ്റർഡേ കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇറ്റ് വാസ് എ ഗുഡ് സെഷൻ. അപ്പം നമുക്ക് സാറ്റർഡേ കാണാം. ഓക്കെ, ബൈ എവരിവൺ. ബൈ. ബൈ ഗൈസ്. ബൈ.